ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പത്തനംതിട്ടയിൽ ഉച്ചയ്ക്ക് 1-നാണ് ജില്ലാ സ്റ്റേഡിയത്തിൽ ക്രമീകരിക്കുന്ന പൊതുസമ്മേളനത്തിൽ അദ്ദേഹം സംസാരിക്കുക. പത്തനംതിട്ട, മാവേലിക്കര മണ്ഡലങ്ങളിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളും NDA പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുക്കും. പത്മജ വേണുഗോപാൽ, PC ജോർജ് തുടങ്ങിയ നേതാക്കളൊക്കെയും വേദിയിലെത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിലെത്തുന്ന പ്രമാടത്ത് നിന്ന് CK അഭിലാലും പൊതുപരിപാടി നടക്കുന്ന ജില്ലാ സ്റ്റേഡിയത്തിൽ നിന്ന് കണ്ണൻ നായരും ചേരും. ആദ്യം CK അഭിലാലിലേക്കാണ്. അഭിലാൽ, എപ്പോഴത്തേക്ക് പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിൽ അവിടെ വന്നിറങ്ങും? സ്ഥാനാർത്ഥികളുടെ ആദ്യഘട്ട പ്രഖ്യാപനം പൂർത്തിയാക്കിയ ശേഷം കേരളത്തിൽ എത്തുന്ന ആദ്യ സന്ദർശനമാണ്. പ്രധാനമായും പത്തനംതിട്ട മണ്ഡലത്തിലേക്ക് പ്രചാരണ പരിപാടികളുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി എത്തുന്നു എന്നത് തന്നെ പ്രവർത്തകർക്കിടയിൽ വലിയ ആവേശം സൃഷ്ടിച്ചിട്ടുണ്ട്. പത്തനംതിട്ട നഗര കേന്ദ്രത്തിൽ നിന്ന് ഏറെക്കുറെ 3 കിലോമീറ്റർ മാറി പ്രമാടം ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വരുന്ന ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിൽ എത്തുക. ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി ഇവിടെ എത്തിച്ചേരും. തുടർന്ന് 3 കിലോമീറ്റർ ദൂരം വാഹനത്തിൽ സഞ്ചരിച്ചാണ് പ്രധാനമന്ത്രി പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിലേക്ക് എത്തുന്നത്. അവിടെ വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 45 മിനിറ്റ് സമയമാണ് പ്രധാനമന്ത്രി പൊതുവേദിയിൽ ഉണ്ടാവുക എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പരിപാടികളുമായി ബന്ധപ്പെട്ട് SP നൽകിയിട്ടുള്ള സമയക്രമം അത്തരത്തിലാണ്. ശേഷം 2 മണിക്ക് അവിടെ നിന്നും പരിപാടി പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് വാഹനത്തിൽ മടങ്ങും. ഇവിടേക്ക് 2:15 കൂടി എത്തിച്ചേർന്ന ശേഷം അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് വിമാനമാർഗം മടങ്ങും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ ശക്തമായി തന്നെ ആവർത്തിച്ച് ഉറപ്പിച്ചിട്ടുണ്ട്. ജില്ലയുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ തന്നെ വാഹനങ്ങൾക്കും അതോടൊപ്പം തന്നെ കാൽനട യാത്രക്കാർക്കും ജില്ലാ സ്റ്റേഡിയത്തിലേക്ക് അവിടേക്ക് എത്ര ദൂരമുണ്ട്? സാധാരണ മുൻപൊക്കെ നരേന്ദ്രമോദി വന്ന സമയത്ത്, കേരളത്തിൽ വന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ റോഡ് ഷോ ഒന്നും മുൻകൂട്ടി പറഞ്ഞിരുന്നില്ലെങ്കിൽ പോലും ആളുകൾ ഇങ്ങനെ തടിച്ചുകൂടി റോഡ് ഷോയ്ക്ക് സമാനമാകുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ എത്ര ദൂര വ്യത്യാസമുണ്ട്? അദ്ദേഹം പിന്നീട് ഹെലികോപ്റ്റർ ഇറങ്ങിയതിന് ശേഷം സ്റ്റേഡിയത്തിലേക്ക് എത്താനായി. പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിൽ നിന്നും പ്രധാനപ്പെട്ട വേദിയായ പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിലേക്ക് 3 കിലോമീറ്റർ ദൂരമാണുള്ളത്. രാവിലെ തന്നെ വാഹന ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏറെക്കുറെ 12 മണിയോടുകൂടി പ്രമാടം മുതൽ പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയം വരെയുള്ള പാതയിൽ പരിപൂർണമായ നിയന്ത്രണത്തിനാണ് SPGയുടെ നിർദ്ദേശമുള്ളത്. അവരെ സഹായിക്കാൻ വേണ്ടി ജില്ലാ പോലീസിൻ്റെ പ്രത്യേക സംഘത്തെ തന്നെ നിയോഗിച്ചിട്ടുണ്ട്. ഓരോ 100 മീറ്റർ വ്യത്യാസത്തിനനുസരിച്ച് പോലീസിൻ്റെ പോസ്റ്റിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ സുരക്ഷ അതിശക്തമായി തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ട്രയൽ റൺ നടത്തിയിരുന്നു. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ പാളിച്ചകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങളൊക്കെ തന്നെ പൂർത്തിയായിട്ടുണ്ട്. കാൽനട യാത്രക്കാർക്കടക്കം പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നു പോകുന്ന സമയത്ത് നിയന്ത്രണം ഉണ്ട്.